ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ രണ്ട് ബിസിനസ്സുകളെ കുറിച്ചിട്ടാണ്. സീറോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ വെറുതെ പറയല്ല, നമുക്ക് യാതൊരു മുടക്കു മുതലും ഇല്ലാതെ തന്നെ നമ്മൾ തുടങ്ങി ഒരു ശകലം ലാഭമൊക്കെ കിട്ടി തുടങ്ങിയ ബിസിനസ്സിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ശകലം ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശകലം ലാഭമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ടേൺ ഓവറൊന്നുമില്ല. എന്നാലും നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 100 രൂപ ആണെങ്കിൽ പോലും നമുക്കത് ലാഭമായിട്ട് കൂട്ടാം. അതിലൊരെണ്ണം ഞാൻ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തുടങ്ങിയൊരു എഡ്യൂ പ്ലാറ്റ്ഫോമാണ്. റൈറ്റ് ബോർഡ് എന്നാണ് അതിൻ്റെ പേര്. റൈറ്റ് ബോർഡ് ഒരു 1.5 വർഷം മുമ്പാണ് തുടങ്ങിയത്, 2 വർഷം മുമ്പാണ് തുടങ്ങിയത്. ആ കോവിഡ് സമയത്ത് എൻ്റെ മോളുണ്ടാകുന്ന കോവിഡ് സമയത്താണ്. അപ്പം ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ജോലി പോയായിരുന്നു. പുള്ളി ഇസാഫ് ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരാളുടെ ഇൻകം വെച്ചിട്ട് കുഞ്ഞായ സമയത്ത് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു, കോവിഡ് വന്നു. വളരെ പെട്ടെന്നാണ് അവർ കുറേ പേരെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ പുള്ളിക്കും ജോലി പോയത്. അപ്പം നമുക്കൊരു എന്താ പറയുക, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു സ്ട്രഗിളിങ് ഫേസ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഒരാളുടെ ഇൻകം വെച്ചിട്ട് പോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുന്നൊരു സംഭവം എഡ്യൂ പ്ലാറ്റ്ഫോമാണ്. കാരണം എനിക്ക് ട്യൂഷൻ എടുത്തിട്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. അത്യാവശ്യമല്ല, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഡിഗ്രി സമയത്തും ഒക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ സോഷ്യൽ സ്റ്റഡീസിൽ എക്സ്പെർട്ടാണ്. ഞാൻ പിന്നെ ഹ്യൂമാനിറ്റീസ് ആണ് +1 +2 പഠിച്ചത്. പിന്നെ ഡിഗ്രിക്കാണെങ്കിലും ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പഠിച്ചത്. പിന്നെ ഞാൻ UPSC പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ UPSC പരീക്ഷ പ്രിലിംസ് പാസ്സായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ഹിസ്റ്ററി, ജോഗ്രഫി, ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ +2 എക്കണോമിക്സ് വരെയും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെ ഓൺലൈനാക്കി എങ്ങനെയുണ്ട് പ്രോഗ്രസ് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് എഴുതി. അപ്പം സോഷ്യൽ സ്റ്റഡീസും മലയാളമായിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു. ക്ലാസ്സൊക്കെ കുറച്ച് കുട്ടികളൊക്കെ വന്നു, ഒരു 1-2 കുട്ടികളൊക്കെ വന്ന ആൾക്കാർ നമ്മുടെയൊക്കെ പതുക്കെ നിങ്ങൾക്ക് സയൻസിനൊക്കെ ട്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ സയൻസിനൊക്കെ ട്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ സയൻസ് പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ശരി, പിന്നെ എന്താ, നമുക്ക് അറിയാവുന്ന സയൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടാമെന്ന് എഴുതി. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ കരുതി ശരി, എന്നാൽ ഇതിനെ ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് മാറ്റിയാലോ. അതായത് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ത്രീകൾക്ക് ജോലി കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കൂടി മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മുടെ കൂട്ടത്തിൽ കൂടിയത് ഒരു 4 ടീച്ചേഴ്സായിരുന്നു. പിന്നെ അത് എണ്ണം കൂടി ഇപ്പോൾ നമുക്ക് 9 ടീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാവരും സ്ത്രീകളാണ്. ഇവരെല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആണ്. ചിലർ പിന്നെ MTech ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ പാസ്സായ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് പല സാഹചര്യങ്ങളുണ്ട്, ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇതിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ ഒരു സംഭവം തുടങ്ങിയത് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്ത് പോയിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൺവീനിയൻസ് സമയത്ത് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റുന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ചെറുതായിട്ട് തുടങ്ങി ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ 9 ടീച്ചേഴ്സോളം ഉണ്ട്. ഈ ബോർഡ് എക്സാമിന് നമ്മുടെ 8 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇപ്പം നിലവിൽ റൈറ്റ് ബോർഡിൽ 20 കുട്ടികളോളം പഠിക്കുന്നുണ്ട്. 20 കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മനോരമയിലായിരുന്ന സമയത്തൊന്നും ഇതങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. യാതൊന്നും മാർക്കറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് ആൾക്കാർ പലരും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ റൈറ്റ് ബോർഡിൻ്റെ CEO ഞാനാണെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറയുന്നത്. അപ്പം വളരെ നമുക്ക് പരിചയമുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് നമുക്ക് ഇത്രയും കുട്ടികളെ കിട്ടിയത്. അപ്പം റൈറ്റ് ബോർഡിൽ നിന്ന് ഞാനാണെങ്കിലും വളരെ കുറവ് മാർജിനാണ് എടുക്കുന്നത്. കൂടുതൽ പൈസയും നമ്മുടെ ടീച്ചേഴ്സിനാണ് കൊടുക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ പല സമയത്തും ഗൾഫിലൊക്കെയുള്ള കുട്ടികൾക്ക് ഇവിടുത്തെ രാത്രി 11 മണിക്കുമൊക്കെ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ എക്സാം സമയത്ത്, എക്സാമിന് മുമ്പൊക്കെ നമ്മൾ കണ്ടിന്യൂസ് എക്സാംസ് നടത്തും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ Google Meet ഓണാക്കി വെച്ചിട്ട് തന്നെ ലൈവ് എക്സാംസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടാണ് റൈറ്റ് ബോർഡ് ഇപ്പം അത്യാവശ്യം
അത്യാവശ്യം കുറച്ച് ആൾക്കാരുടെ ഇടയിലെങ്കിലും അറിഞ്ഞു തുടങ്ങിയത്. അപ്പം വൈറ്റ് ബോർഡിൻ്റെ വേറൊരു പ്രത്യേകത പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻറ്റിൻ്റെയും കൺവീനിയൻറ്റ് ടൈം അനുസരിച്ചിട്ട് ടോട്ടലി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ അങ്ങനെയല്ല. ഇപ്പോൾ അവർ പറയുകയാണ് ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ രാത്രി 8 കഴിഞ്ഞിട്ടാണ് ഫ്രീ എന്നുണ്ടെങ്കിൽ ഓക്കെ, കുട്ടിയും ആ സമയത്ത് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് പലപ്പോഴും കുട്ടികൾക്ക് എക്സാം വന്ന സമയങ്ങളിൽ രാത്രി 11:30 വരെയൊക്കെ ഇരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗൾഫ് ടൈം അനുസരിച്ചിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, കുട്ടികൾ എക്സാം അല്ലേ, അവർ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങനെ സമയമൊന്നും നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ബോർഡ് ഒരിക്കലും 90% അല്ലെങ്കിൽ 80% മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ മാത്രമല്ല എടുക്കുന്നത്. പഠിക്കാൻ അത്യാവശ്യം പുറകോട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ ഒന്നെന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല, നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ആ കുട്ടീനെ ജയിപ്പിക്കും. അപ്പോൾ നമുക്ക് ഫുൾ A+ വാങ്ങിക്കും എന്നുള്ള വാഗ്ദാനങ്ങളൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ആ കുട്ടികൾ ജയിച്ചിരിക്കും. കാരണം അങ്ങനെ ജയിച്ച കുട്ടികളുണ്ട്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ ഫെയിലായിട്ട് വന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നമ്മൾ മോഡൽ എക്സാം ജയിപ്പിച്ചു. അതായിട്ട് അത് 10ാം ക്ലാസ് ഇപ്പോൾ പരീക്ഷ എഴുതുകയാണ്. സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അത് വൈറ്റ് ബോർഡിനെ സംബന്ധിച്ച് എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടിയ പോലുള്ള സന്തോഷമാണ്. കാരണം ആ കുട്ടിയെ പഠിപ്പിച്ച ടീച്ചർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളങ്ങനെ ഒരു കുട്ടിയുടെ മാർക്ക് നോക്കിയിട്ടല്ല ഞങ്ങൾ കുട്ടികളെ ഹയർ ചെയ്യുന്നത്. പിന്നെ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. സാലറിയുടെ കാര്യം ഞാൻ വളരെ കുറച്ച് മാർജിൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഭൂരിഭാഗവും ടീച്ചേഴ്സിന് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരിടുന്ന എഫേർട്ടിന് അവർക്ക് 99% അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. ഇതൊക്കെയാണ് റൈറ്റ് ബോർഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ റൈറ്റ് ബോർഡിന് പിന്നെ സമ്മർ ക്യാമ്പ് തുടങ്ങുന്നുണ്ട്. സമ്മർ ക്യാമ്പ് ഏപ്രിൽ തൊട്ട് ആരംഭിക്കും. സമ്മർ ക്യാമ്പിൽ വേദിക് മാത്സ് ഉണ്ട്, പിന്നെ ലാംഗ്വേജിൻ്റെ ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്. ലാംഗ്വേജിൽ നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്ക്, ഇത്തവണ സംസ്കൃതം കൂടി ചേർത്തിട്ടുണ്ട്. കാരണം ചിലവരൊക്കെ നമ്മൾക്ക് സംസ്കൃതം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംസ്കൃതം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ മാത്സിനും സയൻസിനും ഉള്ള ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്. കാരണം ചില കുട്ടികൾക്ക് അതിൻ്റെ അടിസ്ഥാനം അറിയാത്ത കുട്ടികളുണ്ടാവുമല്ലോ. നമ്മൾ അടിസ്ഥാനം ഉറപ്പിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം മലയാളം അക്ഷരം പോലും അറിയാതെ വരുന്ന കുട്ടികളെ പോലും നമ്മൾ മലയാളം നന്നായിട്ട് പഠിപ്പിച്ച് പിന്നെ അവർക്ക് നല്ലപോലെ എഴുതാനും വായിക്കാനും ഒക്കെ ആക്കിയിട്ട് നമ്മൾ വിടത്തുള്ളൂ. ഇപ്പം നിലവിൽ മലയാളം എടുക്കുന്നത് ഞാനല്ല, വേറൊരു ടീച്ചറാണ്. അവർ നെറ്റും ഒക്കെ പാസ്സായ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചറാണ് ഇപ്പം മലയാളം എടുക്കുന്നത്. MA ആണ് അവർ. അപ്പം നമ്മുടെ സയൻസ് എടുക്കുന്നതൊക്കെ ആണെങ്കിലും MSc കെമിസ്ട്രി ഒക്കെ പാസ്സായ ആൾക്കാരാണ്. അപ്പം അവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര അനുഗ്രഹം കൂടിയാണ്. പിന്നെ വരുന്നത് വേദിക് മാത്സ് ഉണ്ട്. നമുക്ക് വേദിക് മാത്സ് എന്ന് പറയുമ്പോഴത്തേക്കും കണക്കിനോട് പേടിയുള്ള കുട്ടികളെ ഈ പേടി മാറ്റി പിന്നെ കണക്കിനോട് ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേദിക് മാത്സ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ചില കുട്ടികൾ നമ്മൾ ഡ്രോയിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡ്രോയിങ് ഉണ്ട്. പിന്നെ ക്രാഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കും ഗിറ്റാറും ഒക്കെ നമ്മൾ ഇത്തവണത്തെ സമ്മർ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് റൈറ്റ് ബോർഡിൻ്റെ പ്രത്യേകത. പിന്നെ വേറെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീലാൻസ് ഏജൻസിയാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് കണ്ടന്റ് റൈറ്റിംഗ് ആണ്. കണ്ടന്റ് റൈറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗും ആണ് ഞാൻ ചെയ്യുന്നത്. ഏജൻസിയുടെ പേര് സോഷ്യോ വൈസ് എന്നാണ്. സോഷ്യോ വൈസ് അതിൻ്റെ പ്രത്യേകതയും ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഞാൻ ChatGPT വേണ്ടി കുറച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ ഒരിക്കലും ഫുള്ളി ChatGPT വഴി ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കത്തില്ല. ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ ആവശ്യം അറിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന കണ്ടന്റും അതിന് വേണ്ടുന്ന വെബ്സൈറ്റും അതിന് വേണ്ടുന്ന ക്രിയേറ്റീവ്സും ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അവരുടെ ബഡ്ജറ്റ് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം നമ്മളൊരു പാക്കേജ് സെറ്റ് ചെയ്തു അത് തന്നെ അങ്ങനെയില്ല. ഇപ്പോൾ അവർക്ക് അവരുടെ ബഡ്ജറ്റ് ഇപ്പം നമുക്കൊരു മിനിമം ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു മിനിമം ബഡ്ജറ്റ് ഉണ്ട്. പക്ഷേ അവർക്ക് ആ ബഡ്ജറ്റിനുള്ളിലാണ് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി പിന്നെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലും കൂടിയ ബഡ്ജറ്റിലും ചെയ്തു കൊടുക്കും. നമുക്കിപ്പോൾ വെബ്സൈറ്റും എല്ലാം ബിൽഡ് ചെയ്യുന്നതിന് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 7,000 ആണ്. ഇപ്പം ആ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും 7,000 ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മിനിമമാണ്. 7,000 വെബ്സൈറ്റും കണ്ടന്റും എല്ലാം കൂടി ചെയ്ത് കൊടുക്കുന്നതിന് 7,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മിനിമം ചാർജാണ്. അതാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്.
പിന്നെ അവർ ലോഗോ ഡിസൈനിങ്, പോസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ചാർജ് വരത്തുള്ളൂ. ഇപ്പം ലോഗോയും പോസ്റ്ററും ഒക്കെ ചെയ്യുന്നതിന് നമ്മളങ്ങനെ ഭയങ്കര ഭീമമായ തുകയൊന്നും വാങ്ങിക്കുന്നില്ല. നമ്മളതിന് ഒരു എന്താ പറയുക, മാന്യമായിട്ടുള്ള ഒരു ചാർജ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മളത് മാർച്ച് 8-ാം തീയതി വിമൻസ് ഡേയുടെ അന്നാണ് സോഷ്യൽ വൈസ് തുടങ്ങിയത്. സോഷ്യൽ വൈസിനാണെങ്കിലും 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ജസ്റ്റ് പോസ്റ്റർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു മിനിമം ചാർജ് മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ റൈറ്റ് ബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൈറ്റ് ബോർഡിന് നമുക്ക് വരുമാനം വന്നു തുടങ്ങിയ ശേഷമാണ് ഞാൻ പോസ്റ്റർ പിന്നെ ഒരു ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് വരെ ഞാൻ ക്യാൻവയിലൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് അത്ര അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാൻവയിൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ചില ന്യൂനതകളൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പ്രൊഫഷണൽ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് നമുക്ക് വരുമാനം പിന്നെ കയ്യിൽ നിന്ന് എടുക്കാണ്ട് ഈ റൈറ്റ് ബോർഡിൻ്റെ നേട്ടത്തിൽ നിന്നുള്ള ചെറിയ തുക വെച്ചിട്ടാണ് ഞാൻ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്തത്. ഇപ്പോഴും റൈറ്റ് ബോർഡ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അടുത്ത മാസം തൊട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മളുടെ 0 ഇൻവെസ്റ്റ്മെൻറ്റ്, 0 മുടക്ക് മുതലിൽ തുടങ്ങിയ 2 ബിസിനസ്സുകൾ. അപ്പോൾ ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കണ്ട, റൈറ്റ് ബോർഡിൻ്റെ സമ്മർ ക്യാമ്പൊക്കെ തുടങ്ങുകയാണ്. താല്പര്യമുള്ള ആൾക്കാർ ഡെഫിനറ്റായിട്ടും റൈറ്റ് ബോർഡിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണം. ഞാൻ റൈറ്റ് ബോർഡിൻ്റെ ലിങ്കും കോൺടാക്ട് നമ്പറും എല്ലാം താഴെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നതിന് വരെ ബൈ ബൈ.